മഹാജനങ്ങളെ, ഞാൻ RJ ശ്രീ. ലണ്ടൻ മലയാളം റേഡിയോയിൽ സിനിമ കഫേ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നു. സിനിമ കഫേ എന്താണെന്നല്ലേ? മോഹിപ്പിക്കുന്ന സ്വപ്നങ്ങളുടെയും കാഴ്ചകളുടെയും വർണ്ണ പ്രപഞ്ചമാണ് സിനിമ. മനോഹര ഗാനങ്ങളും തമാശകളും നിറഞ്ഞ ആ സ്വാദന ലോകം, ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മീഡിയ. അത് നമ്മളെ ചിരിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, കരയിക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചലച്ചിത്ര ലോകത്തിലെ ക്യാമറയ്ക്ക് മുന്നിലെയും പിന്നിലെയും രസകരമായ വിശേഷങ്ങളും വാർത്തകളുമായി സിനിമ കഫേയിലൂടെ ഇനി മുതൽ ഞാനുമുണ്ടാവും നിങ്ങളോടൊപ്പം. സിനിമ കഫേ. നമസ്കാരം ലണ്ടൻ. സിനിമാ വിശേഷങ്ങളും വാർത്തകളും നിറഞ്ഞ സിനിമ കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീ. ഒരുപാട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സിനിമാ ലോകം ഇങ്ങനെ ബാഹുബലിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുബലിയാണെങ്കിലോ ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. സാധാരണ ലണ്ടനിൽ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ തിയേറ്ററിനകത്ത് ചെറിയ രീതിയിലൊക്കെ തിരക്കുണ്ടാവാറുണ്ട്, അതും തുടക്കം ദിവസങ്ങളിൽ. എന്നാൽ ബാഹുബലി ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന ഇന്ത്യയുടെ അഭിമാന ചിത്രമായ ബാഹുബലിയിലെ ഒരു സൂപ്പർ സോങ്ങോടുകൂടി നമ്മുടെ സിനിമ കഫേ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. விழிக்குள் எந்தன் வாழ்வொன்றை காண மாமலை ஒன்றேறி வந்தேனடி. இதயம் ஒன்று உள்ளதென்று நடைபாலே கண்டேனே, இனியும் என இருக்கே அழைத்திட துடித்தேனே. நீயே மண் இன்னும் வெண் தாரகை, தோளில் வீழ்கின்ற பூங்காரிகை, உந்தன் தோளோடு தோள் சேர்க்கிறேன், என்னில் தோகைகள் நான் பார்க்கிறேன். பச்சை தீனியடா பச்சை பூனானடா, ஒற்றை பார்வை கொண்டே பற்றி கொண்டாயடா. கீரலில் உண்டாகும் கீதங்கள் கேட்டாய், மோதலின் மோகங்கள் கேட்டாயடி. பிறவி பல எடுத்தாலும் நிகழும் கணம் நான் மறவேனே, வழிகளை வரமென தந்திட கேட்டேனே. நீயே மண் இன்னும் வெண் தாரகை, கண்ணில் தேன் சிந்தும் பூங்காரிகை, உந்தன் நெஞ்சுக்குள்
തിരുസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉണർവാൽ പ്രഭാത നിമിഷങ്ങളെ അനുഗ്രഹീതപൂർണമാക്കാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ വഴികളിലൂടെ ബ്രദർ മാത്യു കുമരകം. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോ. തിരുസന്നിധിയിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ ആത്മീയ വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ബ്രദർ ഷിജു തോമസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. You are listening London മലയാളം റേഡിയോ. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. തിയേറ്ററിലെ സ്ക്രീനിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാതെ ആകാംക്ഷയോടും ആവേശത്തോടും കൂടി മാത്രമേ നമുക്ക് ബാഹുബലി കാണാൻ പറ്റുകയുള്ളൂ. അത്രയ്ക്കും ഗംഭീരമായ ചിത്രം. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എതിരാളികളില്ലാതെ കുതിപ്പ് തുടരുകയാണ് ബാഹുബലി. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഈ ചിത്രം വിസ്മയമായി മാറുകയാണ്. ഇന്ത്യയിൽ റെക്കോർഡ് കളക്ഷൻ നേടിയ ബാഹുബലി US-ൽ ഹോളിവുഡ് ചിത്രങ്ങളെപ്പോലും പിന്നിലാക്കുകയാണ്. ആദ്യ ആഴ്ചത്തെ കളക്ഷൻ ഹോളിവുഡ് ചിത്രങ്ങളെക്കാളും കടത്തിവെട്ടിയിരിക്കുകയാണ്. ഹോളിവുഡ് ചിത്രങ്ങൾ അരങ്ങുവാഴുന്ന US ബോക്സ് ഓഫീസിൽ ആദ്യ ആഴ്ച ബാഹുബലി നേടിയ കളക്ഷൻ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. US-ൽ ഒരു ഇന്ത്യൻ ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ. അതുമാത്രമല്ല, ബോസ് ബേബി പോലുള്ള ഹോളിവുഡ് ചിത്രങ്ങളെ പിന്നിലാക്കി $10.3 മില്യൺ ചിത്രം കളക്ട് ചെയ്തത്. ബാഹുബലി എന്ന ഇന്ത്യൻ ചിത്രം ഹോളിവുഡ് ചിത്രങ്ങളെ പിന്നിലാക്കി US ബോക്സ് ഓഫീസ് കീഴടക്കിയത് US മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റുക ചെയ്തു. വാൾ സ്ട്രീറ്റ് ജേണലിലാണ് ഇത് സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് വന്നത്. US-ൽ മാത്രമല്ല, ലോകത്ത് റിലീസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ചിത്രം ഒരു അത്ഭുതമായി മാറുകയാണ്. ചിത്രത്തിൻ്റെ വിശേഷങ്ങളും കഥകളും ഒന്നും എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഇനി ഇങ്ങനെയൊരു ചിത്രം റിലീസ് ചെയ്തതോടുകൂടി കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് മറ്റ് ചിത്രങ്ങളുടെ കളക്ഷനെ അത് ബാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഒപ്പം തന്നെ റിലീസ് ചെയ്ത ചിത്രങ്ങളും അതിനുശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ബാഹുബലിയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ ഒരു ചിത്രം റിലീസ് ചെയ്യുകയുണ്ടായി. ബാഹുബലി ഇങ്ങനെ തകർത്ത് കളക്ഷൻ റെക്കോർഡ് നേടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിത്രം എത്തിയത്. കൊമ്രേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രം. അത് ബാഹുബലിയുടെ ഈ ഒരു ആവേശത്തിലാണ് ഇറങ്ങിയതെങ്കിലും നല്ല രീതിയിൽ ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോമ്രേഡ് ഇൻ അമേരിക്കയിലെ നല്ലൊരു സോങ്ങിന് ശേഷം നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. Estamos ya cansados de viajar, con mucho frío, hambre y ganas de llegar. Ven, andamos tanto y quiero descansar, con unos brazos para calentar y dar. Tanto viajar y al fin a descansar, tanto de andar y al fin a nuestro hogar. Tanto viajar y al fin a descansar, tanto de andar y al fin a nuestro hogar. വാനം തിളത്തിളക്കണ ഭൂമി പരപ്പരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികില് വേഗം ചിറകടിയിലും മാറി തിരക്കില് ഗതിവിഗതി. Ahora grito mi tierra ya que hermosa nuestros pies. Viva mi tequila que me tiene hasta el embriague. Tráeme mis guaraches también tu sal y mi piel. Ponle una vida a tus pies y no a tu ser. വാനം തിളത്തിളക്കണ ഭൂമി പരപ്പരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികില് വേഗം ചിറകടിയിലും മാറി തിരക്കില് ഗതിവിഗതി. ഇരുൾ വഴിക്ക് നില വെളിച്ചം, കടലിൽ കിനാച്ചുഴി തിരയിളക്കം. കനൽ വഴിക്ക് മണൽ തിളക്കം, നിറയും വനാന്തരം മഴ മുഴക്കം. അന്തിവയിൽ ചെങ്കൊടിക്ക് മീതെ വന്നിരിക്കൂ ചെമ്പരുന്തിനി എന്നെന്നും സുന്ദര
കാലം ഈ ലോകം കണ്ടു പറക്കൂ, അന്തമില്ല ഏറും മറപ്പുമില്ല. വാനം തിളക്കണ ഭൂമി പരപ്പരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിൽ വേഗം ചിറകടിയിലും മാറി തിരക്കിൽ ഗതിവിഗതി. അതിർമായല്ലേ പറക്കില്ലേ സഞ്ചാരി തുമ്പി, ഭൂമിന്നോരമ്മാനക്കൈ പന്താടും നെല്ലിക്ക. ചുറ്റി വരാം തൊട്ട് ചെമ്മാനത്തോപ്പ്, എത്തിടുമേ അക്കം പക്കം എൻ കൂട്ടിൽ പൊൻകൂട്ടിൽ. வணக்கம் நேயர்களே, உங்களுக்கு பிடிச்ச தமிழ் பாடல்களை இப்போ நீங்க உங்க சொந்தம் லண்டன் மலையாளம் ரேடியோல திரைத்தென்றல் நிகழ்ச்சியில கேட்கலாம். திரைத்தென்றல் நிகழ்ச்சியில நீங்க உங்க ஃப்ரெண்ட்ஸ் ஃபேமிலிக்கு பர்த்டே இல்ல ஆனிவர்சரி விஷஸ் சொல்லலாம். அண்ட் அவங்களுக்கு பிடிச்ச சாங் கூட டெடிகேட் பண்ணலாம். நீ பாதி நான் பாதி கண்ணே, அருகில் நீ இன்றி தூங்காது கண்ணே. காத்தோடு மலராட கார்குடலாட காதோரம் லோலாக்கு சங்கதி பாட. நான் உங்க ஆர்ஜி அனுகிருஷ்ணா. உங்களுக்கு பிடிச்ச தமிழ் பாடல்களோடு உங்களுடன் இணைந்திருப்பேன் திரைத்தென்றல் நிகழ்ச்சி மூலமா. வியாழந்தோறும் இரவு 8 வரைக்கும் திரைத்தென்றல். தென்றலை ரசிக்கும் போது பல நினைவுகள் வர்ற மாதிரி உங்களுக்கு மகிழ்ச்சி தர வருகிறது திரைத்தென்றல். എടാ വിജയ, എന്താടാ ദാസ? എടാ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങള്? മനുഷ്യരോമം കൊണ്ട് കുപ്പായം, പ്രേതങ്ങളുടെ ടൂറിസ്റ്റ് സ്പോട്ട്, 192 കിലോയുള്ള 10 വയസ്സുകാരൻ. ഭയങ്കരം തന്നെ. അല്ല വിജയ, ഇതൊക്കെ നീ എവിടെന്നാ കേട്ടത്? എടാ നിനക്കറിയില്ലേ, നമ്മുടെ ലണ്ടൻ മലയാളം റേഡിയോ. അതെ, ലണ്ടൻ മലയാളം റേഡിയോയിൽ അത്ഭുത ദ്വീപിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു RJ മീനു. ഇതുവരെ കേൾക്കാത്ത കൗതുക വിശേഷങ്ങളുടെ ലോകവുമായി അത്ഭുത ദ്വീപ് എല്ലാ ദിവസവും നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എടാ വിജയ, എന്നാലും നമുക്കെന്താ ഈ റേഡിയോ നേരത്തെ ട്യൂൺ ചെയ്യാൻ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീ. ദുൽഖർ സൽമാൻ, യുവാക്കളുടെ സ്വന്തം DQ, മലയാളത്തിലെ യുവ സൂപ്പർ സ്റ്റാർ. ഒരു താരപുത്രൻ എന്നതിനേക്കാൾ ഉപരിയായി മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നേടിയ വ്യക്തി. സ്റ്റൈലിഷ് ആക്ടർ ദുൽഖർ സൽമാനും അതുപോലെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റൈലിഷ് ഡയറക്ടർ അമൽ നീരദും കൂടെ ചേരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു സ്റ്റൈലിഷ് മൂവി. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കൊമ്രേഡ് ഇൻ അമേരിക്ക റിലീസ് ചെയ്ത ആദ്യ ദിവസം പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ ആദ്യ ദിവസം സമ്മിശ്ര അഭിപ്രായമാണ് ഈ ചിത്രത്തെപ്പറ്റി വന്നത്. ഒരു സ്റ്റൈലിഷ് മാസ് എന്റർടൈനർ പ്രതീക്ഷിച്ചു ചെന്നവർക്ക് അല്പം ഗൗരവ സ്വഭാവമുള്ള ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വരെ പരാമർശിച്ചു പോകുന്ന ഒരു ചിത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ചില നെഗറ്റീവ് കമൻസ് ഈ ചിത്രത്തിനുണ്ടാവുകയുണ്ടായി. എന്നാൽ ചിത്രത്തിന്റെ സ്വഭാവം വ്യക്തമായതോടുകൂടി മുൻവിധികളില്ലാതെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വീണ്ടും എത്തി. ദുൽഖറിന്റെ പ്രകടനവും ചിത്രത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയെന്ന് പറയാം. ബാഹുബലിയുടെ ശക്തമായ പടയോട്ടത്തിനിടയ്ക്കും ആദ്യ ആഴ്ചയിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കൊമ്രേഡ് ഇൻ അമേരിക്ക കളക്ട് ചെയ്തത് 11.5 കോടി രൂപയാണ്. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനും അതുപോലെ വിദേശത്തെ കളക്ഷനും ഒക്കെ ചേരുമ്പോൾ ചിത്രം ഏകദേശം 20 ക്രോർസിനടുത്തെത്തിയിരിക്കുകയാണ്. അജി മാത്യു എന്ന ഇടതുപക്ഷ പ്രവർത്തകനായിട്ടാണ് ദുൽഖർ ഈ ചിത്രത്തിലെത്തുന്നത്. കാർത്തിക മുരളീധരനാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത്. സാധാരണ നമ്മൾ ദുൽഖറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സിനിമയാണിത്. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് ബിഗ് ബിയും സാഗർ ഏലിയാസ് ജാക്കിയും ഒക്കെ ഒരുക്കിയ സ്റ്റൈലിഷ് ഡയറക്ടറായ അമൽ നീരദിന്റെ ഒരു ഡിഫറെന്റ് ട്രീറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് കൊമ്രേഡ് ഇൻ അമേരിക്ക. ചിത്രം ഇത്ര ശക്തമായി ബാഹുബലിയൊക്കെ തിയേറ്ററിൽ നിറഞ്ഞു ഓടുമ്പോഴും അതേപോലെ
മറ്റ് പല ചിത്രങ്ങളും വന്നെങ്കിലും കൊമറേഡ് ഇൻ അമേരിക്ക വളരെ സക്സസ്ഫുള്ളായി മികച്ച അഭിപ്രായവുമായി മുന്നോട്ട് കുതിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രവും കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തുകയുണ്ടായി. വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം രാമന്റെ ഏദൻ തോട്ടം. രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കവിത എഴുതുന്നു കനകമഷിയാലാരോ, കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം. കാറ്റലയിലാരേകി സ്നേഹമയ സംഗീതം, കാൽത്തളിരിൽ നീ ചാർത്തു നിന്റെ കളമഞ്ചീരം. പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം, നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം. എത്ര ചൈത്രം നിന്റെ മുന്നിൽ ചിത്രവർണ്ണം നെയ്തു, ഒന്നു നുകരാൻ നീലമലരെ ഇന്നുവരെ മറന്നേ പോയോ. എങ്ങുമുയരുന്നിതാ വസന്ത കോകിലത്തിനാലാപം. പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം, നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം. ശ്രീസുഗന്ധം എന്തിനായി നീ മൂടിവച്ചു പൂവേ, നിന്റെ ഹൃദയം തൊട്ടു തഴുകാൻ വന്നണയുമിളം കാറ്റാൻ ഞാൻ. നിന്നിൽ വിരിയുന്നൊരാ നിന്നിൽ വിരിയുന്നൊരാ ചാരുതര സുസ്മിതം, ഒരേതനാക്കി നിന്റെ ആരാമം. പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം, നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം. കവിത എഴുതുന്നു കനകമഷിയാലാരോ, കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം. കാറ്റലയിലാരേകി സ്നേഹമയ സംഗീതം, കാൽത്തളിരിൽ നീ ചാർത്തു നിന്റെ കളമഞ്ചീരം. പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം, നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം. പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം, നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE Exchange. UAE Exchange.
എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തിരിച്ചു വരാൻ സിനിമ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ദുൽഖർ സൽമാന്റെ കൊമറേഡ് ഇൻ അമേരിക്ക റിലീസായതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷവും ദുൽഖർ സൽമാൻ കഴിഞ്ഞയാഴ്ച സംഭവിക്കുകയുണ്ടായി. ദുൽഖർ സൽമാന് ഒരു പെൺകുട്ടിയുണ്ടായി. വളരെയധികം സന്തോഷത്തോടും എക്സൈറ്റഡുമായിട്ട് ദുൽഖർ തന്നെ ആ സന്തോഷം ഫേസ്ബുക്കിലൂടെ തൻ്റെ ആരാധകരുമായിട്ടും പ്രേക്ഷകരുമായിട്ടും പങ്കുവച്ചിരുന്നു. അങ്ങനെ ഇരട്ടി മധുരമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ദുൽഖറിനെ തേടിയെത്തിയത്. ഇനി ഏദൻ തോട്ടത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന രഞ്ജിത്ത് ശങ്കർ ചിത്രം രാമന്റെ ഏദൻ തോട്ടം, അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ മനോഹരമായൊരു കുഞ്ഞു ചിത്രം എന്നാണ് ആ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പരസ്യവാചകങ്ങളോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയോ ഇല്ലാതെ കടന്നു വന്നൊരു ചിത്രം. ഒരു കുഞ്ഞു സിനിമയാണ് രാമന്റെ ഏദൻ തോട്ടം. ലാളിത്യമുള്ളൊരു സിനിമ. സിനിമയുടെ പേരിൽ നിന്നും പോസ്റ്ററിൽ നിന്നുമൊക്കെയുള്ള സൂചനകൾ നൽകുന്ന ഒരു റൊമാൻറ്റിക് ഫിലിം എന്ന ലേബലിൽ കാണേണ്ട സിനിമയല്ല ഇത്. രഞ്ജിത്ത് ശങ്കർ ഒരുക്കിയ രാമന്റെ ഏദൻ തോട്ടം ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു ചിത്രമാണെന്നാണ് റിവ്യൂവിൽ നിന്ന് ലഭിക്കുന്നത്. അനു സിതാര അവതരിപ്പിക്കുന്ന മാലിനിയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ മാലിനി ഒരു യാത്ര പുറപ്പെടുകയാണ് രാമന്റെ ഏദൻ തോട്ടത്തിലേക്ക്. പക്ഷേ പോകുന്ന വഴി കാർ ഒരു അപകടത്തിൽപ്പെടുന്നു. പിന്നീട് ഫ്ലാഷ് ബാക്കിലൂടെ രാമന്റെ ഏദൻ തോട്ടവും മാലിനിയുടെ ജീവിതവുമാണ് സിനിമ പറയുന്നത്. രാമനായി എത്തുന്നത് നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ്. മാലിനി എന്ന കഥാപാത്രത്തെ അനു സിതാര മികവുറ്റതാക്കിയിട്ടുണ്ട്. ടേക്ക് ഓഫിൽ ഷാഹിദായി വിസ്മയിപ്പിച്ച കുഞ്ചാക്കോ ബോബൻ ഇത്തവണയും കഥാപാത്രത്തെ കയ്യിലൊതുക്കി. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും രാമൻ. തൻ്റെ കരിയറിൽ ഇതുവരെയുള്ള വേഷങ്ങളിൽ നിന്ന് വേറിട്ട ഒരു കരുത്തുറ്റ ക്യാരക്ടർ റോളിൽ ജോജുവും കയ്യടി നേടുന്നുണ്ട്. മാലിനിയുടെ ഭർത്താവായ എൽവിസ് എന്ന കഥാപാത്രമായിട്ടാണ് ജോജു അഭിനയിച്ചിരിക്കുന്നത്. സ്ത്രീലമ്പടനും കള്ളുകുടിയനുമായ എൽവിസിന്റെ ഈഗോയെയും മാനറിസങ്ങളെയും ജോജു അതിമനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. രമേഷ് പിഷാരടിയും ശ്രീജിത്ത് രവിയും മുത്തുമണിയൊക്കെ സ്വന്തം റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയും സിനിമയിലുണ്ട്. മധു നീലകണ്ഠന്റെ ക്യാമറ കാടിന്റെ ഭംഗി നാച്ചുറലായി പകർത്തിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ബിജുപാൽ സിനിമയുടെ പ്രമേയത്തിന് യോജിച്ച രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. രഞ്ജിത്ത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രാമന്റെ ഏദൻ തോട്ടം കാണേണ്ട തന്നെ ചിത്രമാണ് എന്നാണ് സിനിമാ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. മനോഹരമായൊരു ചിത്രവും കൂടി രഞ്ജിത്ത് ശങ്കറിന്റെയും കുഞ്ചാക്കോ ബോബന്റെയും പേരിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. നല്ലൊരു ഗാനത്തിന് ശേഷം നമ്മുടെ സിനിമാ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ട തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ മന്ദാരമാരോ കൂടി ഹൃദയത്തിൻ ചില്ലകളിൽ ചില്ലകൾ തണലല്ലേ അല്ലേ. ഒട്ടത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ട തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടിന്നിൽ ശൃംഗാരം. ചമയം തെല്ലില്ലാതെ കൗമാരം കൊണ്ടാടും പൂവേ നിന്നെ. പൂന്തിന്നൽ പോലെ നീ അണയുമ്പോൾ അന്നൊന്നും ഞാൻ ഗന്ധം തന്നീല, നീ വാങ്ങില്ല. ഇന്നു നീ പൂവല്ല ഈ നെഞ്ചിൻ പെണ്ണല്ലേ. ചേരുമ്പോഴോ തകതിത്തര ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ
പ്രേമപ്പെട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ മന്ദാരമാരോ കൂടി ഹൃദയത്തിൻ ചില്ലകളിൽ ചില്ലകൾ ഹലോ, ലോകത്തെമ്പാടുമുള്ള ചുള്ളമാർക്കും ചുള്ളത്തികൾക്കും വേണ്ടി ജീവിതം ഒരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ലണ്ടനിലെ ഓരോ ജംഗ്ഷനും പരിചയപ്പെടുത്തി തരാനും ഇവിടെയുള്ള യൂഷ്വൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനും അതിനു പുറമേയുമുള്ള കാഴ്ചകൾ കാണാനും പല എക്സോട്ടിക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നുണയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിലും പുതിയതും വ്യത്യസ്തവുമായ ഒരു പ്രോഗ്രാമുമായി ഞാൻ വരുന്നു. ഇനി ഞാൻ ആരാണെന്നല്ലേ? I'm RJ Maria. So what are you waiting for? On your marks, get set, go. Let's explore London. നമ്മുടെ കൂടെ ട്രാവൽ പടിയായി ഒരു കമ്പനിക്ക് ജാക്കിയുമുണ്ട്. മറക്കേണ്ട, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ ലണ്ടൻ ഡയറീസ്. മലയാളം തനിമ നിറയും ലണ്ടൻ മലയാളം റേഡിയോ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീ. ബിജു മേനോൻ എന്ന നടൻ മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വെള്ളിമൂങ്ങ പോലെയുള്ള ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ബിജു മേനോൻ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടൻ എന്ന ലേബലിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുമാത്രമല്ല, ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരുപാട് കഥാപാത്രങ്ങളും അതുപോലെ സാധാരണക്കാരുടെ വേഷങ്ങളുമെല്ലാം ബിജു മേനോൻ അതിഗംഭീരമാക്കാറുണ്ട്. ബിജു മേനോനെ നായകനാക്കി കുറഞ്ഞ മുതൽ മുടക്കിൽ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത രക്ഷാധികാരി ബൈജു ഒപ്പ് ഇപ്പോൾ അഭിമാനകരമായ വിജയം സ്വന്തമാക്കുകയാണ്. ഇനി രഞ്ജൻ പ്രമോദ് എന്ന സംവിധായകൻ എന്ന വേഷം അണിയുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ മീശ മാധവനും മനസ്സിനക്കരയും നരനുമൊക്കെ നമുക്ക് സമ്മാനിച്ച റൈറ്ററാണ് രഞ്ജൻ പ്രമോദ്. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ ഡയറക്ടറായി രംഗത്ത് വന്നെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ കുറവായിരുന്നു. എന്നാൽ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ വലിയ ഹിറ്റുകൾ ഒരുക്കിയ രഞ്ജന് സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ വിജയചിത്രമായി മാറുകയാണ് രക്ഷാധികാരി ബൈജു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ അല്പം നർമ്മം കലർത്തിയ ശരിക്കും ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് രക്ഷാധികാരി ബൈജു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് പ്രേക്ഷകരെ ഇപ്പോഴും തിയേറ്ററിലേക്ക് തേടിപ്പോവുകയാണ്. ശരാശരി കളക്ഷൻ നിലനിർത്തി തിയേറ്ററുകളിൽ ചിത്രം തുടരുകയാണ്. 21 ദിവസത്തിൽ 8,32,00,000 രൂപ ചിത്രം കളക്ട് ചെയ്തു. ഗ്രേറ്റ് ഫാദർ, ബാഹുബലി 2, കൊമറേഡ് ഇൻ അമേരിക്ക തുടങ്ങിയ വൻ ചിത്രങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നേടിയ ഈ ഒരു വിജയം ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ റിലീസിംഗ് കേന്ദ്രത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ ചിത്രത്തിന് നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറിയ ചിത്രം നേടിയ വലിയ വിജയമായി മാറുകയാണ് രക്ഷാധികാരി ബൈജു. അതുമാത്രമല്ല, വെള്ളിമുങ്ങ പോലെയുള്ള ഹിറ്റുകൾ സമ്മാനിച്ച ബിജു മേനോനിൽ നിന്ന് മറ്റൊരു ഹിറ്റ് ചിത്രം കൂടി മലയാളികൾക്ക് ലഭിക്കുകയാണ്. രക്ഷാധികാരി ബൈജു എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ആകാശം പന്തലു കെട്ടി, ആവേശം തൊങ്ങലു ഞാത്തി, ചെറുപ്രാവുകളാരവമോടെ വന്നെത്തി. ഇരവേകിയ വാർമുടി കെട്ടി, പുഴ തുന്നിയ ദാവണി ചുറ്റി, പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട്. കരളേകിണങ്ങിറങ്ങി മാളൂര്. ആകാശം പന്തലു കെട്ടി, ആവേശം തൊങ്ങലു ഞാത്തി, ചെറുപ്രാവുകളാരവമോടെ വന്നെത്തി. ഇരവേകിയ വാർമോടി കെട്ടി, പുഴ തുന്നിയ ദാവണി ചുറ്റി, പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട്. കരളേകിണങ്ങിറങ്ങി മാളൂര്. താളത്തിൽ മേളത്തിൽ മുന്നേ
കുട്ടികൾക്കെന്നും പ്രിയപ്പെട്ട ശ്രീ നാരായണേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആഘോഷം കാലത്തിൻ മൈതാനത്ത് കളിയാട്ടം, ശത്രുക്കളെ വശീകരിക്കുന്ന ബൈജു കുമ്പളം പാറും മത്സരമെല്ലാം മനതാരിൽ ഉത്സവമായി, ഓരോരോ കുഞ്ഞു വിഷാദം മുകിലായി പെയ്തൊഴിയുന്നി, കൈതോല ചേലോടെ തുള്ളണ് നെഞ്ചം, ഒരുമിച്ചുരസപ്പുഴ നീന്താൻ പോരുന്നു. ആകാശം പന്തലുകെട്ടി ആവേശം തൊങ്ങലു ഞാത്തി, ചെറുപ്രാവുകളാരവമോടെ വന്നെത്തി, ഇരവേകിയ വാർമോടി കെട്ടി പുഴ തുന്നിയ ദാവണി ചുറ്റി, പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട്, കരളേകിണങ്ങിറങ്ങി മാളോര്. നീയാണോ ഞാനാണോ കയ്യൂക്കിൽ കമ്പവലിക്കേ വാക്കേറ്റം, ചങ്ങാതി സ്നേഹത്തിൻ പൂന്തേനുണ്ട കണ്ണേരിൽ പൂക്കണൊരിഷ്ടം, കളിവാക്കിൽ മാഞ്ഞു പിണക്കം, എല്ലാവർക്കും ഇന്നിനി ബാല്യം ഉണരുന്നേ ചുണ്ടിലൊരീണം, പതിരില്ല കതിരുള്ളാൽ കൊയ്യണ നാട്, ഹൃദയത്തുടി കൊട്ടിയുറഞ്ഞേ മാളൂര്. ആകാശം പന്തലുകെട്ടി ആവേശം തൊങ്ങലു ഞാത്തി, ചെറുപ്രാവുകളാരവമോടെ വന്നെത്തി, ഇരവേകിയ വാർമോടി കെട്ടി പുഴ തുന്നിയ ദാവണി ചുറ്റി, പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട്, കരളേറങ്ങി വാളോര്. ഹലോ എവ്രിവൺ. ചേട്ടാ ചേച്ചി നമസ്കാരമുണ്ട് കേട്ടോ. കോയക്കാ ഇങ്ങളുണ്ടായിരുന്നു, ഞമ്മള് കണ്ടില്ലാട്ടോ. അസ്സലാമലൈക്കും. പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ, ഇനി കുറച്ചു കാലം ഈ പൂച്ച ഇവിടൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും. നിങ്ങളോടൊപ്പം നമ്മളുടെ ഇല്ലന്മാരിൽ അമ്മണിക്കുട്ടി ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമുമായിട്ട് ചേരുന്നത് RJ സ്മിത. നിങ്ങൾക്ക് ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്നറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട, നല്ല കുടംപുളിയിട്ട് വെച്ച മീൻ കറിയുടെ കൂടെ നാടൻ കപ്പത ഇങ്ങനെ ഒരു പിടിപിടിച്ചല്ലേ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതും വേണ്ട, ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ആ സുന്ദരിക്കോത ഐശ്വര്യറായി ഇട്ടുകൊണ്ട് പോയ ഗൗണിന്റെ കളറെങ്കിലും ഏതാണെന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എന്നോടൊപ്പം കൂടിക്കൊള്ളൂ. ഈ ലോകത്തിൽ സൂര്യന് കീഴിലുള്ള എന്ത് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് കത്തിവെച്ചും സ്വര പറഞ്ഞും കൂട്ടുകൊള്ളാം. ഇനി മുതൽ ലണ്ടൻ മലയാളം റേഡിയോയിൽ അമ്മണിക്കുട്ടിയായിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. നിങ്ങളുടെ സ്വന്തം RJ സ്മിത. അല്ല, ഇതാരും സതീഷോ? വാ ഇരിക്കും. അല്ലേ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? എന്റെടാ. അല്ല, നാട്ടിലായിരുന്നപ്പോ ഈ സമയത്ത് എന്തൊക്കെയായിരുന്നു ഒരു ടൈം പാസ്? അതോ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ വടക്കയിലെ ചാക്കോ മാഷ് വരും. എവിടെ? നമ്മുടെ അന്തോണിയുടെ ചായക്കടയിൽ. പിന്നെ ദിനേശ് പിള്ള, ഹസൻ കോയ എന്ന് വേണ്ട ഒരു ബറ്റാലിയൻ ഉണ്ടാവും. എന്നിട്ട് എന്തുട്ട പരിപാടി? ആകാശത്തിന് താഴെയുള്ള സർവ്വകാര്യങ്ങളും ചായക്കൊപ്പം നിരത്തിവെക്കും. ഇതിലാരപ്പ കേമൻ? അങ്ങനൊന്നുമില്ല. ചാക്കോ മാഷിന് സ്കൂളിലെ കാര്യങ്ങളും മക്കളുടെ ഭാവി, ദിനേശ് പിള്ളയ്ക്ക് കൃഷി, ഹസൻ കോയയ്ക്ക് ഗൾഫിലുള്ള മക്കളുടെ വിശേഷങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ചായക്കടക്കാരൻ അന്തോണിക്കും പറയാനുണ്ടാകും ഒരു 100 കൂട്ടം കാര്യങ്ങൾ. ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ ഇനി ഇവിടെ UK-ലിരുന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്കതൊക്കെ ഇവിടെ ആകാന്നേ. അതെങ്ങനെയാടാ? അന്തോണിയുടെ ചായക്കടവൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റൂ? വേണ്ടെന്നേ. കോഫി വിത്ത് കാവ്യ എല്ലാ ദിവസവും
വൈകുന്നേരം 4 മുതൽ 5 വരെ കോഫി വിത്ത് കാവ്യ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. നടന വിസ്മയം മോഹൻലാലിന്റെ കരിയറിൽ ആർക്കും മറക്കാനാകാത്ത ഒരു കഥാപാത്രമാണ് സ്ഫടികത്തിലെ ആടുതോമ. ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരേ സമയം അഭിനയ പ്രാധാന്യമുള്ളതും മാസായതുമായ വേഷത്തിലാണ് ലാലേട്ടൻ എത്തിയത്. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഫിലിം ഫെയർ അവാർഡും ലാലേട്ടൻ ഈ ചിത്രത്തിലൂടെ സ്വന്തമാക്കിയിരുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഏത് സിനിമ ഇറങ്ങിയാലും അതിൻ്റെ രംഗങ്ങളും ചിത്രങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തും. അതുമാത്രമല്ല, ആരാധകർ തമ്മിൽ പരസ്പരം ഉള്ള വാഗ്വാദങ്ങളും മത്സരങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. എന്നാൽ ഈ സ്ഫടികമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫേസ്ബുക്കോ വാട്സപ്പോ സോഷ്യൽ മീഡിയ ഒന്നും സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂസും വാർത്തകളൊക്കെ അറിഞ്ഞിരുന്നത് ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ വാർത്തകൾ വരുന്ന സമയങ്ങളിലായിരുന്നു. ചാനലുകളൊന്നും അത്ര സജീവമായിരുന്നില്ല. പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ആ സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ അത് അല്ലെങ്കിൽ ആ സിനിമയൊക്കെ ഇന്നത്തെ സമയത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവം. ലാലേട്ടൻ ബുള്ളറ്റിൽ വരുന്നതും അതുപോലെ ആ തുണി പറിച്ചടിക്കുന്ന സീനും, അങ്ങനെ എത്രയെത്ര മാസ് രംഗങ്ങളാണ് സ്ഫടികത്തിലുള്ളത്. അതുപോലെ ആ ലോറിയും ചെകുത്താനും അതുപോലെ ആക്ഷനും ഒക്കെ എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ചിത്രമാണ് ഭദ്രൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ ചിത്രം സ്ഫടികം. ഇപ്പോൾ എല്ലാവർക്കും, ലാലേട്ടൻ ഫാൻസിനും സിനിമാ പ്രേമികൾക്കൊക്കെ വളരെ ഒരു വലിയ സന്തോഷ വാർത്തയാണ്. സ്ഫടികം ഡിജിറ്റൽ ഫോർമാറ്റിൽ വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. മെയ് 21-നാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പിറന്നാൾ. ആ പിറന്നാൾ പ്രമാണിച്ച് മോഹൻലാൽ ഫാൻസിന്റെ നേതൃത്വത്തിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ കാണാനാകാത്ത പുതുതലമുറയിലെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള അവസരമായിരിക്കും സ്ഫടികം വീണ്ടും തിയേറ്ററിലെത്തുന്നത്. നേരത്തെ നരസിംഹവും മോഹൻലാൽ ഫാൻസ് രണ്ടാമത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച മാസ് ചിത്രങ്ങളൊന്നായ സ്ഫടികവും അതുപോലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രമായ ആടുതോമയെയും വലിയ സ്ക്രീനിൽ കാണാനുള്ളൊരു വലിയ അവസരമാണ് ലഭിക്കുന്നത്. മനോഹരമായൊരു ചിത്രം, ഒരുപാട് മികച്ച ഗാനങ്ങളും രംഗങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ മികച്ചൊരു സിനിമ. അതിലെ ഒരു കിഡിലൻ സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
കൊഞ്ചടി 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 ആറ്റുമുത്ത് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഭക്തിയുടെ നിറവിൽ ലണ്ടൻ മലയാളം റേഡിയോ. മുറിവിൽ നിന്നൊഴുകും രക്തമെന്നും കേൾവിയിലൂടെ മനസ്സുകൾ ഭക്തിസാന്ദ്രമാകട്ടെ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. സോഷ്യൽ മീഡിയ സജീവമാണെങ്കിലും പ്രശ്നമാണ്, സജീവമല്ലെങ്കിലും പ്രശ്നമാണ്. ജീവിച്ചിരിക്കുന്ന ഏതു മനുഷ്യരെയും വകവരുത്താൻ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് മടിയില്ല. നിരവധി പ്രമുഖരെയാണ് സോഷ്യൽ മീഡിയ ഇതിനോടകം അടക്കം ചെയ്തിട്ടുള്ളത്. ഒടുവിലിതാ അതിനിരയായിരിക്കുന്നത് നടൻ വിജയരാഘവനാണ്. വിജയരാഘവൻ മരിച്ചുവെന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്ത പരന്നത്. കാര്യത്തിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ പലരും ഇത് ഷെയർ ചെയ്യുകയായിരുന്നു. രാമലീല എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വ്യാജ വാർത്ത പരന്നത്. രാമലീല എന്ന സിനിമയിൽ വിജയരാഘവൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിൽ വിജയരാഘവന്റെ കഥാപാത്രം മരിക്കുന്നതും ആംബുലൻസിൽ കൊണ്ടുപോകുന്നതായ രംഗം, അതിന്റെ ഫോട്ടോസ് എങ്ങനെയോ പുറത്തായതാണ് ഇങ്ങനെയൊരു വാർത്ത പ്രചരിക്കാനിടയായത്. എന്നാൽ സത്യത്തിൽ ഇതിന് കാരണക്കാർ നമ്മളും കൂടിയാണ്. ഇങ്ങനെയൊരു വാർത്തയോ മെസ്സേജോ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ലഭിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മറ്റുള്ളവരുമായി അത് ഷെയർ ചെയ്യുന്നത് നമ്മളാണ് ഇതിന്റെ കുറ്റക്കാർ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനൊരു വാർത്ത ലഭിക്കുമ്പോൾ, മെസ്സേജ് ലഭിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക. സോഷ്യൽ മീഡിയ കൂടുതലും നല്ല കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിനും നല്ല മെസ്സേജുകൾ അയക്കുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുമൂലം വേദനിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും. മറ്റുള്ളവർക്കൊരു വേദന സമ്മാനിക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് മാതൃദിനമാണ്, മദേഴ്സ് ഡേ. നമുക്ക് ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹമാണ് അമ്മയുടെ, പകരം വയ്ക്കാനില്ലാത്ത പരിശുദ്ധ സ്നേഹം. എല്ലാവർക്കും മാതൃദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അമ്മമാർക്കും വേണ്ടി രാപ്പകൽ എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈനേട്ടമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും, ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും
ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്കു കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്കു പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. നാനാഴിക്കനവിനുള്ളിൽ നാഴൂരി പുഞ്ചിരിയുണ്ട്, നാവോർക്കുടം പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട്. അമ്മയ്ക്ക് പൂട്ടുനടക്കാൻ പുന്നാര പൈക്കളുണ്ട്, അക്കരയിക്കരയ്ക്ക് കടത്തിനൊരമ്പിളി തോണിയുണ്ട്. വീടേ വീടെന്ന് മൊഴിയിൽ നാടേ നാടെന്ന്, ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട്. നിഴലായിരാപ്പകൽ കൂടെ ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. ഓടിപ്പാവൊടുത്ത് കണിത്താലവുമായി വിഷുക്കൈ നേട്ടമിൻ കയ്യിൽ തരുമ്പോൾ, എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്, ഞാൻ അമ്പാടി പൈക്കിടാവ്. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് സ്റ്റുഡിയോയിലെത്തിയതും നിങ്ങളോട് കത്തിവച്ചതുമെല്ലാം. ഇന്നലെ വൈകുന്നേരം ഇവിടെ നടന്ന മലയാളം UK എക്സൽ അവാർഡ് നൈറ്റിൽ ലണ്ടൻ മലയാളം റേഡിയോയ്ക്കും ലഭിച്ചു ഒരു അവാർഡ്. ഏറ്റവും മികച്ച ഓൺലൈൻ റേഡിയോയ്ക്കുള്ള അവാർഡ്, ദ നമ്പർ 1 ഓൺലൈൻ റേഡിയോ ഇൻ UK. ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷമായിരുന്നു. അതിന് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട്. നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പിന്തുണയുമെല്ലാണ് ഇങ്ങനൊരു അവാർഡ് ലഭിക്കാൻ കാരണം. ഇനി അങ്ങോട്ടും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമാ കഫേയുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം sri@lmrlive.com എന്ന ഇമെയിൽ ഐഡിയിൽ മെയിലായിട്ടോ RJ ശ്രീ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മെസ്സേജായിട്ടോ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരാഴ്ച നടന്നുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ. Show
സോമതീരം പൂവും ആടുവാൻ പറന്നു പോയ പൊന്മയൂരമാകും ആടുവാൻ പറന്നു പോയ ഇന്ദ്രവീണയാകും ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്റെ മോഹ കഞ്ചുകങ്ങൾ അഴിഞ്ഞൂർന്നു വീഴും കൃഷ്ണ നിന്മനമാലയായി ഞാൻ